ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠം 5 ഭൂമി കഥയും കാര്യവും. ഒന്നാമത്തെ ചോദ്യം, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആര്? തെയിൽസ്. അടുത്ത ചോദ്യം, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുമെന്നും പറഞ്ഞതാര്? ആര്യഭടൻ. അടുത്ത ചോദ്യം, ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്ക് എന്ന് പറഞ്ഞത് ആര്? സർ ഐസക് ന്യൂട്ടൺ. അടുത്ത ചോദ്യം, ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ച തത്വചിന്തകൻ ആര്? ഇറാത്തോസ്തെനിസ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമ ഉപരിതലത്തിലേക്ക് ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെ പറയുന്ന പേര്? അക്ഷാംശം. അടുത്ത ചോദ്യം, 0 ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകൾ അറിയപ്പെടുന്നത്? രേഖാംശ രേഖകൾ. അടുത്ത ചോദ്യം, 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് എങ്ങനെ? മാനക രേഖാംശം. അടുത്ത ചോദ്യം, എത്ര വർഷം കൂടുമ്പോഴാണ് അതിവർഷം വരുന്നത്? 4. അടുത്ത ചോദ്യം, ഭൂമിയുടെ ആകൃതി? ജിയോയിഡ്. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയിൽ നിന്ന് 66.5 ഡിഗ്രി തെക്ക് ഡാഷ് സ്ഥിതി ചെയ്യുന്നു? അന്റാർട്ടിക് വൃത്തം. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയിൽ നിന്ന് 23.5 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന രേഖയാണ് ഉത്തരായൻ രേഖ. അടുത്ത ചോദ്യം, ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര ദിവസങ്ങൾ വേണ്ടിവരും? 365.4 ദിവസം. അടുത്ത ചോദ്യം, അതിവർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടാകും? 366. അടുത്ത ചോദ്യം, ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആര്? ഇറാത്തോസ്തെനിസ്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏത്? ഭൂമധ്യരേഖ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രീനിച്ച് രേഖ ഏത്? 0 ഡിഗ്രി രേഖാംശം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്? 180 ഡിഗ്രി രേഖാംശ രേഖ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ രേഖ സ്ഥാനമെന്ത്? 8 ഡിഗ്രി നോർത്ത് ആൻഡ് 38 ഡിഗ്രി നോർത്ത്, 68 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 98 ഡിഗ്രി ഈസ്റ്റ്.